പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പന്നിക്കറിയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവോള ഒരു 3 എണ്ണം, വെളുത്തുള്ളി ഇഞ്ചി കട്ട് ചെയ്തത് ചോപ്പ് ചെയ്തത്, പിന്നെ തക്കാളി ഒരു 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, കുറച്ച് കറിവേപ്പില, ഇത്രയൊക്കെയാണ്. പന്നി ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിരിക്കുന്ന മസാലയുടെ കണക്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് പോവാം. വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് ഞാനിന്ന് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് ആഡ് ചെയ്യുക. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് കുടിച്ചു കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് സവോള ആഡ് ചെയ്യാറുണ്ട്. 10 സെക്കൻഡ് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഈ ഒരു പരുവത്തിൽ സോട്ടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി സവോളയും തക്കാളിയും ഒന്ന് നല്ല രീതിയിൽ സോട്ടായി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ പൗഡർ, പിന്നെ നമുക്ക് പന്നി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലപ്പൊടികൾ ആവശ്യമുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതിലേക്ക് നമുക്കിനി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മസാലയുടെ കുത്തല് മാറുന്ന വരെ നമുക്ക് നിരക്കി കൊടുക്കാം. മസാലയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ഹാഫ് ടേബിൾ സ്പൂൺ മതി ഗരം മസാല. അവസാനമായി കുറച്ച് തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ഫിനിഷ് ചെയ്യണം. ഇതിൽ ഞാൻ ഇടയ്ക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈസി ആൻഡ് സിമ്പിൾ പന്നിക്കറി റെഡിയായിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും വണക്കം. താങ്ക് യു.